അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട് പട്ടിക പുറത്തിറക്കി ചൈന. ഇന്ത്യൻ സംസ്ഥാനത്തിന് മേലുള്ള അവകാശവാദം ചൈന ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ടുകൊണ്ടുള്ള 4ാമത്തെ പട്ടിക പുറത്തിറക്കിയത്. എന്നാൽ ചൈനയുടെ അവകാശവാദങ്ങൾ തള്ളി ഇന്ത്യയും രംഗത്തെത്തി. അരുണാചൽ പ്രദേശ് അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശ മന്ത്രാലയം ഉറപ്പിച്ചു പറഞ്ഞു. ഇതാദ്യമായല്ല ഇന്ത്യൻ പ്രദേശത്തിനുള്ളിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ചൈന ശ്രമിക്കുന്നത്. ഭരണപരമായ ഡിവിഷനുകൾ സ്ഥാപിക്കുന്നതിനും പേരിടുന്നതിനും ചുമതലപ്പെടുത്തിയ ചൈനീസ് സിവിൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ ശ്രമമാണ്. ഇതുവഴി അരുണാചൽ പ്രദേശിൽ അവകാശം സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്നാൻ എന്നാണ് അരുണാചൽ പ്രദേശിനെ ചൈന വിശേഷിപ്പിക്കുന്നത്. ചൈനീസ് ആഭ്യന്തര വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് സ്ഥലങ്ങളുടെ പുതിയ പേരുകൾ പ്രസിദ്ധീകരിച്ചത്. അരുണാചൽ പ്രദേശ് തങ്ങളുടെ അധീനതയിലുള്ള ദക്ഷിണ ടിബറ്റിന്റെ ഭാഗമാണെന്നാണ് ചൈനീസ് വാദം. മെയ് 1 മുതൽ പുതിയ സ്ഥലപ്പേരുകൾ നിലവിൽ വരുമെന്നും ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങളുടെ 30 പുതിയ പേരുകൾ ചൈന പുറത്തുവിട്ടതിനെ നിരസിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്നതിലൂടെ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യം മാറില്ലെന്ന് വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിന്റെ പേരുകൾ മാറ്റാനുള്ള വിവേകശൂന്യമായ ശ്രമങ്ങൾ ചൈന തുടരുകയാണ്. അത്തരം ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു. കണ്ടുപിടിച്ച പേരുകൾ നൽകുന്നതിലൂടെ അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന യാഥാർത്ഥ്യം മാറില്ല, ഇന്ത്യയുടെ വക്താവ് രൺധീർ ജസ്വാൾ പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ 6 സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകിക്കൊണ്ട് 2017 ആദ്യമായി ചൈന പട്ടിക പുറത്തിറക്കിയത്. തുടർന്ന് 15 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകി 2021 11 സ്ഥലങ്ങൾക്ക് പുതിയ പേര് നൽകി 2023 പട്ടിക പുറത്തിറക്കിയിരുന്നു. ചൈനയുടെ പുതിയ ശ്രമത്തോട് പ്രതികരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതിങ്ങനെയാണ്: ഇന്ന് ഞാൻ നിങ്ങളുടെ വീടിന്റെ പേര് മാറ്റിയാൽ അത് എന്റേതാകുമോ? അരുണാചൽ പ്രദേശ് അന്നും ഇന്നും എന്നും ഇന്ത്യയുടെ സംസ്ഥാനമായിരിക്കും. मैं आपके घर का नाम बदल दूं तो मेरा घर बन जाएगा क्या? अरुणाचल प्रदेश भारत का स्टेट है, पहले भी था, अभी भी है, आगे भी रहेगा. പേരുകൾ മാറ്റുന്നതുകൊണ്ട് ഒരു ഫലവുമില്ല. നമ്മുടെ സൈന്യത്തെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ വിന്യസിച്ചിട്ടുണ്ട്. മാർച്ച് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വഷളായി തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ സേല തുരങ്കം മോദി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ വലിയ അതൃപ്തി ചൈന പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് അരുണാചലിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകി ചൈന പട്ടിക പുറത്തിറക്കിയതെന്നാണ് വിലയിരുത്തൽ.